വയനാട് വാകേരിയിൽ യുവാവിനെ ആക്രമിച്ചു കൊന്ന കടുവയെ വനം വകുപ്പ് തിരിച്ചറിഞ്ഞു. വനം വകുപ്പിന്റെ ഡേറ്റാബേസിൽ ഉൾപ്പെട്ട 13 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണ് ആക്രമണം നടത്തിയത്. തിരച്ചിലിനായി വനം വകുപ്പിന്റെ 80-അംഗ സംഘം വാകേരിയിലെത്തി. മൂടക്കൊല്ലിയിലെ നിരോധനാജ്ഞ ഈ മാസം 19 വരെ നീട്ടി. വിവരങ്ങളുമായി ദീപക് മോഹനുണ്ട്. ദീപക്, ഇപ്പോൾ കടുവയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എത്തരത്തിലാണ് ഇതിനെ പിടികൂടാനുള്ള നീക്കങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ ഏതൊക്കെ വിധത്തിലാണ്? ആര്യ, ഈ കടുവയെ ഇന്ന് രാവിലെയാണ് വനംവകുപ്പ് തിരിച്ചറിഞ്ഞത്. WWL45, അതായത് വയനാട് വൈൽഡ് ലൈഫ് 45-ാം നമ്പർ കടുവ എന്നുള്ള നമ്പറിട്ട ഈ കടുവയാണ്, ഈ 13 വയസ്സുള്ള കടുവയാണ് ഈ പ്രജീഷിനെ ആക്രമിച്ചു കൊന്നതെന്ന സ്ഥിരീകരണം ഇന്ന് രാവിലെയാണ് വനംവകുപ്പ് പുറത്തുവിട്ടത്. കഴിഞ്ഞ 5 ദിവസങ്ങളായി ഈ പ്രദേശത്ത് ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നു. എന്നാൽ ഒരു തവണ മാത്രമാണ് ക്യാമറയിൽ ഈ കടുവയുടെ അവ്യക്തമായ മുഖം ദൃശ്യമായത്. അതോടൊപ്പം പലയിടങ്ങളിലും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും ഈ തൊട്ടടുത്തുള്ള കോഴി ഫാമിൽ കടുവയെത്തി. കോഴി ഫാമിന്റെ സംരക്ഷണ ഇരുമ്പ് വല തകർത്തതിനു ശേഷം അകത്ത് കയറി കോഴിയെ പിടികൂടിയിരുന്നു. അതിന് തൊട്ടടുത്ത സമയം തന്നെ തുടർന്ന് ഈ കോഴി ഫാമിനടുത്ത് പുതിയ കൂട് വനംവകുപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. ഇന്നലെ വനംവകുപ്പ് മന്ത്രി അറിയിച്ചതിന് പ്രകാരം പ്രത്യേകമുള്ള 80-അംഗ സ്പെഷ്യൽ ടീം ഇവിടെ കൂടല്ലൂർ എത്തിയിട്ടുണ്ട്. കൂടല്ലൂർ വാകേരിയിലെത്തി നരഭോജി കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. മയക്കുവെടി വയ്ക്കാനുള്ള ടീമും അതോടൊപ്പം ഷൂട്ടിംഗ് ടീമും ഡോക്ടർമാരും ഉൾപ്പെടുന്ന സംഘമാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. രാവിലെ മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നുള്ള 2 കുങ്കിയാനകളെയും ഈ നരഭോജി കടുവയെ വെടിവെച്ച് പിടികൂടുന്നതിനായി എത്തിച്ചിട്ടുണ്ട്. മുത്തങ്ങ ആനപ്പന്തിയിലെ വിക്രം, ഭരതൻ എന്നീ 2 കുങ്കിയാനകളെയാണ് ഈ ദൗത്യത്തിനായി ഇവിടെ എത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്രിയയും ഇവിടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീമും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർ രാവിലെ ഈ വനമേഖലയിൽ ഈ നരഭോജി കടുവയെ പിടികൂടുന്നതിനായി വേണ്ടി പോയതാണ്. എന്നാൽ രാവിലെ ഇവർ കടുവയെ ഏകദേശം ലൊക്കേറ്റ് ചെയ്തു എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ വൈകുന്നേരം സമയം 5 മണിയോട് അടുക്കുകയാണ്. കൃത്യമായി എവിടെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ വനംവകുപ്പിന്? നേരത്തെ വനം വകുപ്പ് ഈ കാൽപ്പാടുകൾ പിന്തുടർന്നും അതുപോലെ തന്നെ ക്യാമറകൾ സ്ഥാപിച്ചും കടുവയെ നിരീക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഒരു തവണ മാത്രമാണ് കടുവ ഈ ക്യാമറയിൽ കുടുങ്ങിയത്. പിന്നീട് ഈ കടുവയ്ക്കായുള്ള കാൽപ്പാടുകൾ പിന്തുടർന്ന് കടുവയുടെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ വനം വകുപ്പ് നടത്തിയിരുന്നു. ഏകദേശം വനം വകുപ്പിന് ഒരു ധാരണയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത്. കാരണം അവർ പല വിവരങ്ങളും നമ്മളോട് പങ്കുവച്ചിരുന്നില്ല. കാരണം ഈ കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് വെടിവെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഈ RRT ടീം അംഗങ്ങളും പ്രത്യേക മയക്കുവെടി സംഘങ്ങളും കൂടി കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനുള്ള തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഇതുവരെ ഈ വനം വകുപ്പ് സംഘം തിരികെ എത്തിയിട്ടില്ല. കാരണം സന്ധ്യ മയങ്ങിയതിനു ശേഷം ഈ ദൗത്യം ദുഷ്കരമാകുന്നത് തന്നെ ഒഴിവാക്കാനാണ് സാധ്യത. നാളെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മയക്കുവെടി സംഘം 2 ടീം അംഗങ്ങളായി ഈ കൂടല്ലൂർ ഭാഗത്തും അതുപോലെ തന്നെ ചേമ്പുകൊല്ലി ഭാഗത്തും കൂടി 2 സ്ഥലങ്ങളിലായിട്ടാണ് ഈ കടുവയെ പിടികൂടാനായി പോയിട്ടുള്ളത്. വൈകുന്നേരം സന്ധ്യ 6 മണി വരെ ഈ തിരച്ചിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്നുണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും കുങ്കിയാനകളെ തൊട്ടടുത്തുള്ള വനമേഖലയിൽ മേയ്ക്കാനായി കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നു എന്നല്ലാതെ ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇതുവരെ കുങ്കിയാനകളെ ഉപയോഗിച്ച് ആരംഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഉടൻ തന്നെ ഈ നരഭോജി കടുവയെ പിടികൂടണമെന്ന് തന്നെയാണ് മൂടക്കൊല്ലി വാകേരി നിവാസികളുടെ ആവശ്യം. കാരണം നിരവധി ദിവസങ്ങളായി ഇപ്പോൾ നിരോധനാജ്ഞ 19-ാം തീയതിയിലേക്ക് നീട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. നിരവധി ക്ഷീരകർഷകരും സ്കൂൾ കുട്ടികളും എല്ലാമുള്ള ഈ പ്രദേശത്ത് ഇത്തരത്തിലൊരു നരഭോജി കടുവ ഇറങ്ങിയതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കടുവയെ പിടികൂടണമെന്നൊരു ആവശ്യം പ്രദേശവാസികൾ ഈ അനധികൃതരോട് പറയുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഇപ്പോൾ കുങ്കിയാനകളെ വരെ ഉപയോഗിച്ച് ഇപ്പോൾ ഈ കടുവയെ പിടികൂടാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. 80-അംഗ സംഘമാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് ദീപക് മോഹൻ നൽകിയത്.